ഹായ്, ഇത് ഞങ്ങൾ വളരെ അഭിമാനത്തോടുകൂടി നിങ്ങൾക്ക് കാണിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് കേട്ടോ. കാരണം ഇത് വയനാട് ജില്ലയിൽ മാനന്തവാടി 5-ാം മൈലിൽ നമ്മൾ ലിഫോന് വേണ്ടി ചെയ്യുന്ന വീടാണ് കേട്ടോ. ഞാനിത് അഭിമാനത്തോടെ എന്നൊക്കെ പറയാനൊരു കാരണമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ ഡെക്കോർ ഡിസൈൻസിൽ നമ്മുടെ കോട്ടയത്തെ ഒരു വീട്, മാത്യു സാറിൻ്റെ വീട് ഫുൾ ഫിനിഷ് ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ലുക്ക് നമ്മുടെ ഡെക്കോർ ഡിസൈൻസ് എന്നുള്ള യൂട്യൂബ് ചാനലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ മാത്യു സാറും ആൻറ്റിയും അതേപോലെ തന്നെ മോനും നമ്മളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് കേട്ടോ നമുക്ക് അഭിമാനം എന്ന് പറയാൻ കാരണം. നിങ്ങൾ എന്തായാലും ആ വീഡിയോ ഈ വീഡിയോ കാണുന്നവരെന്തായാലും ഒന്ന് പോയി കാണണേ. മാത്യു സാറിൻ്റെ വീട് ഡെക്കോർ ഡിസൈൻസിൽ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇടുന്നത്. ആദ്യം നമ്മൾ അതിലൊരു കൺസ്ട്രക്ഷൻ പീരീഡിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾക്ക് ഒരുപാട് ബാഡ് കമൻസ് ഉണ്ടായിരുന്നു. കാരണം ഇത് കംപ്ലീറ്റ് ആകില്ല, ഇതിന് വളരെ സൈഡ് എഫക്ട്സ് ഉണ്ട്, അതേപോലെ ചൂടുണ്ട്, അത് ഇതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമൻസ് വന്നിരുന്നു. പക്ഷേ അന്ന് പറഞ്ഞിരുന്ന ആൾക്കാർ തന്നെ ഇപ്പോൾ അതിൻ്റെ അടിയിൽ കമൻസായി വന്നിട്ട് അത് തിരുത്തി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊരു അഭിമാന നിമിഷം തന്നെയാണ്. ഒരുപാട് മെസ്സേജുകളും എനിക്ക് വന്നു ആ വീഡിയോ കണ്ട ശേഷം. പിന്നെ അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ കോൺക്രീറ്റ് രീതിയിൽ ചെയ്തിട്ട് ഫസ്റ്റ് നമ്മളൊരു വലിയൊരു പ്രൊജക്റ്റ് എന്നുള്ളതായിരുന്നു മാത്യു സാറിൻ്റെ പ്രൊജക്റ്റ് അല്ലേ. അതെ, ഞാനത് എടുത്ത് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മളൊരു വീട് വെച്ച് കൊടുത്തതിന് ശേഷം ആ വീട്ടുകാർ ഏകദേശം ഒരു വർഷമായാലും താമസിക്കണോ. ഇപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വീഡിയോൻ്റെ അടിയിൽ വന്നിട്ട് കമൻറ്റ് ഇട്ടിട്ട് ആൾക്കാരെല്ലാ കമൻറ്റും നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി വായിച്ച് നോക്കാം. 2-3 കമൻസാണ് ആകെ വളരെ ഹേർട്ടായിട്ടുള്ളത്. ഒന്ന്, നമ്മളെ ഡെക്കോട്ട് എന്തോ ചവിട്ടി പൊട്ടിച്ചു പറഞ്ഞിട്ട് ഓൾറെഡി പ്ലാസ്റ്ററിങ് നടക്കുന്ന സമയത്ത് എടുത്ത വീഡിയോ ആണ്. പണിക്കാരവിടെ തേച്ചുകൊണ്ടിരിക്കുന്നത് വീഡിയോയിൽ ഓൾറെഡി കാണിക്കുന്നുണ്ട്. അത് ഒരു ബുദ്ധിയില്ലാത്ത ആൾക്കാരിടുന്ന കമൻറ്റാണ് അത്. രണ്ടാമത്തെ കാര്യം എന്താണെന്നുണ്ടെങ്കിൽ, ഇത് ചൂടെടുത്തിക്കും അങ്ങനെ ഒരുപാട് കമൻറ്റ്. ഞങ്ങൾക്കിതിൽ സന്തോഷം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ആ വീട് വെച്ചുകൊടുത്തതിന് ശേഷം ആ വീട്ടിൽ ഏകദേശം ഒരു വർഷമായിട്ട് ആ ക്ലയൻറ്റ് താമസിക്കണു. ആ ക്ലയൻറ്റാണ് നമ്മൾ ആ വീഡിയോയിൽ എന്താണ് ആ വീട് എന്നുള്ളത് കൂടുതൽ സംസാരിച്ചിരിക്കുന്നതും വീട്ടുകാരാണ് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഞങ്ങൾ പറയാറുണ്ട്, ഞങ്ങൾ കോൺക്രീറ്റിൽ ഞങ്ങൾ വെച്ച വീട്ടിൽ ഞങ്ങൾ താമസിക്കാറുണ്ട്. പിന്നെ ഈ പുതിയ നമ്മളെ വീഡിയോ കാണുന്ന കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇത് എന്താണ് ഏതാണെന്ന് അറിയാണ്ട് വെറുതെ ഇരുന്നിട്ടില്ലേ. അതായത് ഒരു കോൺക്രീറ്റ് വീട്ടിൽ താമസിച്ച ആൾക്ക് മാത്രമേ ഉള്ളൂ അതിൽ ചൂടാണോ തണുപ്പാണോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ വെല്ലുവിളിക്കുകയാണ്. ഇപ്പോൾ ഇതിൽ ആര് കാണുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വന്ന് ചെക്ക് ചെയ്യാം. അതായത് ഇന്ന് കേരളത്തിൽ നോർമൽ കൺസ്ട്രക്ഷൻ ചെയ്യണ വീടിനേക്കാളും ഒരു പൊടി ചൂട് ഞങ്ങൾ ചെയ്ത വീട്ടിൽ കൂടുതലാണെന്ന് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണത് നമ്മൾ കേൾക്കാം അല്ലേ അമ്മോ. കാരണം നമുക്ക് തന്നെ ഓരോ വീട്ടിൽ പോകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാറുള്ളതാണ്. പിന്നെ നേരത്തെ അമ്മ പറഞ്ഞ പോലെ ഈ അഭിമാനത്തിൻ്റെ വിഷയം ഇതെന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇത് ഞങ്ങൾ അതുപോലെ തന്നെ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് എല്ലാ വീടുകളും ഞങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുക. ഇതിപ്പോൾ ഇതാണ് ജിപ്റ്റൽ, ഈ പുട്ടിയാണ് നമ്മൾ വീടിൻ്റെ ഉള്ളിലിടാനായിട്ട് ഞങ്ങൾ യൂസ് ചെയ്യണത്. അത് ജസ്റ്റ് കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ ഇത് ഇത്രയും പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വീടിൻ്റെ അതിപ്പോൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടപ്പോൾ അവർ പറഞ്ഞതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതേപോലെ എല്ലാ വീടും എന്താ ആവാത്തത്. അതിൻ്റെ മെയിൻ കാരണമാണ് മാത്യു സാർ തന്നെ ആ വീഡിയോയിൽ പറയുന്നുണ്ട് അല്ലേ. സാധാരണ ഒരു വീട് വയ്ക്കുമ്പോൾ കോൺട്രാക്ടറും ക്ലയൻറ്റും തമ്മിൽ ലാസ്റ്റ് അടിച്ച് പിരിയാറാണ് പതിവ്. ഇപ്പോൾ ഞങ്ങൾ ചെയ്യണ പല വീടുകളുടെയും ലാസ്റ്റ് ഒരു ഫൈനൽ സ്റ്റേജ് ചിലപ്പോൾ ഇങ്ങനെ കാണാൻ പറ്റാത്തതിൻ്റെ കാരണം അങ്ങനെ തന്നെ ആയിരിക്കാം. പിന്നെ ഈ അടിച്ച് പിരിയില്ല എന്നുള്ളത് ഒരു കോൺട്രാക്ടറെ മാത്രം സ്വഭാവമായിട്ട് നിങ്ങൾ ആരും കണക്കാക്കരുത്. കാരണം ഞങ്ങൾ മാത്യു സാറിനോട് പെരുമാറുന്ന അതേ രീതിയിലാണ് ഈ കൺസ്ട്രക്ഷൻ തുടങ്ങിയിട്ട് ബാക്കിയുള്ള എല്ലാ ആൾക്കാരോടും പെരുമാറുന്നത് അല്ലേ. അതെ, കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ സ്വഭാവമാണുള്ളത്. നമുക്ക് ഓരോ ക്ലയൻസിനും മാറി മാറി നമ്മൾ സംസാരിക്കില്ലല്ലോ. നിങ്ങൾക്കെന്നെ അറിയാലോ, ഒരു വ്യക്തിയുടെ സ്വഭാവമാണ് ആ വ്യക്തി എല്ലാ സ്ഥലത്തും വേണമെങ്കിൽ അഭിനയിക്കാം. ഇപ്പോൾ നമുക്ക് ഒരു ദിവസം പോയിട്ട് അഭിനയിക്കാം. പക്ഷേ ഒരു കൺസ്ട്രക്ഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ മിനിമം നമുക്ക് 6 മാസമാണ്. ഈ 6 മാസം ഒരാളുടെ മുന്നിൽ നമുക്ക് അഭിനയിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആ അഭിനയിക്കാണ്ട് നിൽക്കുന്ന ഒരു സ്വഭാവമാണ് മാത്യു സാറ് പറഞ്ഞത്. അതാണ് നമ്മളെ സ്വഭാവം. പിന്നെ ചില ആൾക്കാർ പറയും ഞാൻ ഹാർഷായിട്ട് സംസാരിക്കാറുണ്ട്, അല്ലെങ്കിൽ വീഡിയോയിലാണെങ്കിലും അമ്മൂനെ തന്നെ ഞാൻ എൻ്റെ സ്വഭാവത്തിലേക്ക് ഞാൻ അമ്മൂനെ ആക്കാൻ ഞാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില പല ക്ലയൻറ്റുകളും പല സമയത്തും വിളിച്ചിട്ട് ഇവളോട് ഹാർഷായിട്ട് ഹേർട്ടാവണ പോലെയൊക്കെ സംസാരിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ എന്നോടാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നടക്കില്ല. ഇനി എത്ര വലിയ ആളാണെങ്കിലും എത്ര ചെറിയ ആളാണെങ്കിലും നമ്മൾ ആ പ്രൊജക്റ്റാണ് ക്യാൻസൽ ചെയ്ത് ഒഴിവാക്കുക. അതിൻ്റെ മുകളിൽ വരുന്ന എന്ത് നഷ്ടപരിഹാരം ഞാൻ വെച്ച് കൊടുക്കാൻ റെഡി, അത് വേറെ കാര്യം. ഞാനിതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട്, അമ്മു ഈ ഫോൺ അറ്റൻഡ് ചെയ്യണ കാരണം കൊണ്ടാണ് ഈ ഒരു മേഖല അതായത് ഇപ്പോൾ ഈ ഒരു പുതിയ സംരംഭം ഇത്രയും ഡീസൻ്റായിട്ട് നമുക്ക് മാക്സിമം ആൾക്കാർക്ക് നല്ല രീതിയിൽ വീടുകൾ വെച്ച് കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റണത്.
നേരെ മറിച്ച് ഞാനാണ് ഇവരെല്ലാം ഹാൻഡിൽ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാത്യു സാറിൻ്റെ പോലത്തെ 100 വീട് ചെയ്യുമ്പോൾ ചിലപ്പോൾ 10 വീടുകൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ തന്നെ പറ്റുക അല്ലേ? അതെ അതെ. തെറ്റുകൾ പല ആൾക്കാരുടെ അടുത്തുണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഞാൻ റോബോട്ടൊന്നുമല്ല. നമുക്ക് ഒന്നാമത്തെ കാര്യം ഞാൻ റോബോട്ടും അല്ല, അതുകൂടാണ്ട് ഈ കാണുന്ന കൺസ്ട്രക്ഷനൊന്നും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണതുമല്ല ആണോ? ചിലപ്പോൾ പണിക്കാരുടെ കയ്യിൽ മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾ തന്നെ ഈ ഒരു കോമ്പൗണ്ട് വാളൊക്കെ നോക്കി നോക്കൂ. ഞങ്ങളിപ്പോൾ ഈ വീടിൻ്റെ അമ്മ നേരത്തെ പറഞ്ഞില്ലേ, ഇതും അതേപോലത്തെ ഒരു വീടാണെന്ന് പറയാനുള്ള ഏറ്റവും വലിയ കാരണം ഞങ്ങൾ അത്രയും പണിത്തിരക്ക് സമയത്തും കൂടി ലിഫോന് വേണ്ടിയിട്ട്, കാരണം അവൻ പറയുമ്പോൾ ചെയ്ത് കൊടുക്കാണ്ടിരിക്കാൻ തോന്നണില്ല. എന്താ ചെയ്യുക? കാരണം നമ്മളൊന്നും ഒരു സ്ഥലത്തും കോമ്പൗണ്ടുകൾ പിടിക്കാത്ത കേട്ടോ, മാക്സിമം ഒഴിവാക്കുന്നതാണ്. പക്ഷെ ലിഫോ നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്ത് കൊടുക്കാണ്ടിരിക്കാൻ അത് പോകട്ടെ. ഈ വീടിൻ്റെ പേരപ്പറ്റൊക്കെ നിങ്ങൾ നോക്കി നോക്കുന്നുണ്ട്. ഈ വീടിൻ്റെ പേരപ്പറ്റിൻ്റെ മുകളിൽ നമ്മൾ പിന്നെ അതിൻ്റെ മുകളിൽ 4 ഇഞ്ച് ബോർഡർ ഞാൻ ലാസ്റ്റ് ലിഫോനെ വിട്ട് കൊടുത്ത് പണിക്കാരാണ് കൊടുത്തിട്ട് നീ നിൻ്റെ ഇഷ്ടം പോലെയാണ് ചെയ്തോ. കാരണം ഞങ്ങൾക്ക് ഒരുപാട് റഷ് ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, കുറച്ച് ഒരു മാസം മുന്നൊക്കെ ഞങ്ങൾക്ക് പണിക്കാരുണ്ടായിരുന്നില്ല, ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതാ ഞങ്ങളെ ടീം പോയിട്ട് അവിടെ ജിപ്സം പൊട്ടിയിട്ട് എല്ലാം ഫിനിഷ് ചെയ്തു. ലിഫോന് ഒരു ചെറിയ ക്രെഡിറ്റ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ അവൻ അത്യാവശ്യം വീട് പണിയുടെ എല്ലാ ഒരു മേഖലയും അറിയാവുന്ന ഒരാളും കൂടെ കേട്ടോ. ചിലർക്ക് വെറുതെ പണിക്കാരെ കൊടുത്തിട്ട് കാര്യമില്ല, അവർക്കൊന്നും അറിയണ്ടാവില്ല. പക്ഷെ പണ്ടേ ഞാൻ പറയാറുണ്ട്, ലിഫോ ഈ വീട് വെക്കാൻ പ്ലാൻ ഉണ്ടായിരുന്ന ആളെ അല്ല, ഞങ്ങളെ ഈ ഒരു രീതിയിൽ കണ്ട് ഞങ്ങളെ വീഡിയോ കണ്ടിട്ട് വീട് വെക്കാൻ പോയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളെല്ലാ വീടും പണിയണത് മാത്യു സാറിൻ്റെ വീട് പോലെ തന്നെ ഫുൾ ഫിനിഷ് ഇതേപോലെ എല്ലാവർക്കും കാണിച്ചു തരണം വിചാരിച്ചിട്ടാണ്. പിന്നെ അധികം ഈ ക്ലയൻറ്റും കോൺട്രാക്ടറും തമ്മിൽ തെറ്റണത് ചില പൈസയുടെ കാര്യം പറഞ്ഞിട്ട് അല്ലേ, നമ്മളെ അനുഭവം അങ്ങനെയൊക്കെ തന്നെ അല്ലേ. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതായത് ഇപ്പോൾ ഞങ്ങളെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ടത്, ഇത് ലാഭം നോക്കിയിട്ടാണ് ചെയ്യണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ റേറ്റിൽ ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്കിപ്പോൾ ഒരു സോപ്പ് കൊടുക്കാനുണ്ട്, ആ സോപ്പിന് 10 രൂപയാണ്. അതിൻ്റെ അപ്പുറത്ത് വേറൊരു സോപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ആ സോപ്പുകാരന് വേണമെങ്കിൽ അത് 15 രൂപയ്ക്ക് വിറ്റൂടെ? നിങ്ങൾ ഇതേപോലത്തെ ഒരു കോൺക്രീറ്റ് കൺസ്ട്രക്ഷൻ ഓൾ കേരള ചെയ്യുന്ന ഒരു കൺസ്ട്രക്ഷൻ നിങ്ങൾ കാണിച്ചു തന്നിട്ടാണ് ഞങ്ങളോട് സംസാരിക്കേണ്ടത്. പിന്നെ പഴയ കമൻറ്റിലൊക്കെ ഉണ്ട് പണ്ട് 800 തുടങ്ങിയതാണ്, അങ്ങനെ തന്നെയല്ലേ. ഇപ്പം ഞാൻ 2000 രൂപ പെർ സ്ക്വയർ ഫീറ്റ് പറഞ്ഞാലും ഞങ്ങൾക്ക് ഇപ്പോഴുള്ള അത്രയും വർക്കില്ലെങ്കിലും അതിൽ പകുതി വർക്ക് കിട്ടാൻ ഇപ്പോഴും ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ പറയാത്തതിൻ്റെയും ഇതിൻ്റെയും കാര്യമാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലാഭവും നഷ്ടം നോക്കിയിട്ടാണ് നമ്മൾ ഈ പ്രൊജക്റ്റുകളൊക്കെ ചെയ്യണത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെ പോക്കുവരവും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ ലാഭവും നഷ്ടമാണോ? ഒന്നാമത്തെ കാര്യം, ഈ അമ്മ ലാസ്റ്റ് എനിക്ക് കണക്കേ തരാറില്ല. അതായത് നമുക്കൊരു വീട്ടിലെ നഷ്ടവും ലാഭം ആദ്യം ഇവിടെ എന്നോട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനോടൊരു ഇതായിരിക്കും അല്ലേ. അതായത് ഇപ്പോൾ മനോട്ട് എത്ര ഈ വീട് ചെയ്തിട്ട് നമുക്ക് ഇത്ര പൈസ നമ്മളെ കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിന്നെ ഞാൻ അതിൽ ചെയ്യാൻ പോണ ഒരു സാധനം ചെയ്യില്ല. പിന്നെ ഞങ്ങൾക്കറിയാം ഞങ്ങൾ ചെയ്യുന്ന വീട്ടിൽ ലാഭമാണോ നഷ്ടമാണെന്ന്. ഇപ്പോൾ മാത്യു സാറിനെ പറഞ്ഞില്ലേ, ഇതിന് മുന്നേ ഞങ്ങളാ പറഞ്ഞ ഫുൾ ഫിനിഷ് വീഡിയോയിൽ എത്ര 3000 സ്ക്വയർ ഫീറ്റിന് 34 ലക്ഷം രൂപ നമുക്ക് തന്നിട്ടുള്ള ആൾ ഓപ്പണായിട്ട് നിങ്ങളോട് പറഞ്ഞു. വേറെ ആരെയും കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നും പറയുന്നുണ്ട്. അല്ല, ചെയ്യാൻ പറ്റുക എന്നുള്ളത് 100% ഉറപ്പ്. അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ 34 ലക്ഷം രൂപ തരാൻ റെഡിയാണ്. ഞങ്ങൾ ചെയ്ത അത്രയും വർക്ക് വേറൊരു കൺസ്ട്രക്ഷൻ കമ്പനി ചെയ്ത് തരികയാണെങ്കിൽ ഞങ്ങൾ ആ പേയ്മെൻറ്റ് ചെയ്യാൻ റെഡിയാണ്. കാരണം നമ്മളിപ്പോൾ ഏതൊരു വീട് വെക്കാനുള്ള പ്ലാനിങ്ങിലാണ്. ഓക്കെ, പിന്നത്തെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന് കോമ്പറ്റീറ്ററായിട്ട് ഒരാളും വന്നിട്ടില്ല. ഇനി ഇതേ രീതിയിൽ വേറൊരാൾ ചെയ്യുകയാണെങ്കിലല്ലേ നിങ്ങൾക്കിത് ലാഭമാണോ നഷ്ടമാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് പൈസ കൂടുതലാണോ കമ്മിയാണെന്ന് പറഞ്ഞെങ്കിൽ വേറൊരാൾ ചെയ്യണ്ടേ? അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ആരും ചെയ്തിട്ടില്ല. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്കിതൊരു ബ്രാൻഡാക്കണം, ഇങ്ങനെയല്ല ഒന്നും കൂടി വലുതാക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് ഞങ്ങൾ ക്ലയൻറ്റിനെ കൊല്ലുകയെന്നല്ല ഞങ്ങളുടെ ഉദ്ദേശം. ഞങ്ങൾക്ക് ഒരുപാട് പ്രൊജക്ട്സ് ഉണ്ടായതുകൊണ്ട് നമുക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ കൊണ്ട് നടന്നാൽ മതി. ആ ഒറ്റ കാരണം കൊണ്ടാണ് ഇതിൻ്റെ റേറ്റ് കൂട്ടാത്തത് കേട്ടോ. ഇപ്പോൾ ഈ പറഞ്ഞ റേറ്റിൽ നിന്ന് എത്ര വേണമെങ്കിൽ ഞങ്ങൾക്ക് കൂട്ടാം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞങ്ങൾക്ക് ഒരു 10 വർക്ക് കിട്ടുന്നതിന് പകരം 2 വർക്ക് കിട്ടിക്കഴിഞ്ഞാലും നമ്മളെ കാര്യങ്ങളൊക്കെ നടന്നു പോകും. അതല്ല നമ്മൾ ഉദ്ദേശിക്കണത്. പിന്നെ ഈ തെറ്റുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ കൂട്ടത്തിൽ പറയണം, ചിലപ്പോൾ നമ്മളൊരു വീട് നന്നാക്കാനായിട്ട് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് പൈസ നോക്കിയിട്ട് ഒന്നുമല്ല പറഞ്ഞത്. പക്ഷെ ചില ക്ലയൻസിന് ഒരു ചിന്ത ഉണ്ട്, അയ്യോ ഇവർ എക്സ്ട്രാ പണി നമ്മളെയും കൊണ്ട് മനഃപൂർവ്വം പറഞ്ഞ് എടുപ്പിക്കുകയാണോ, കാരണം ഇവർക്ക് അഡീഷണൽ ചാർജ് മേടിക്കാനായിട്ടൊന്നൊരു ചിന്ത വരുന്നുണ്ട്. പക്ഷെ നമ്മളതിന് അഡീഷണൽ ചാർജ് വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടേ ഉണ്ടാവില്ല. ചില ക്ലയൻസ് അങ്ങനെയല്ല കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒന്നും നോക്കാണ്ട് അമ്മ അയച്ചു കൊടുത്ത സെറ്റിൽമെൻറ്റ് മേടിക്കാണ്ട് പൈസ നഷ്ടമായി എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്.
അതെ അതെ അങ്ങനത്തെ സ്ഥലത്ത് ഞങ്ങൾ പോയിട്ട് കണക്ക് നോക്കി കഴിയുമ്പോൾ ഞങ്ങൾക്ക് തിരിച്ച് കിട്ടാനാണ് ഉണ്ടാവാറ്. ഒരാളുടെ ഇതും പറഞ്ഞ പൈസയിൽ കൂടുതൽ മേടിക്കാറില്ല. പിന്നെ ഈ ജനല് അങ്ങനത്തെ ചെറിയ ചെറിയ കസ്റ്റമൈസേഷൻ വരുമ്പോൾ അതൊന്നും നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. അത് ഓൾറെഡി നമ്മൾ എഗ്രിമെന്റ് എഴുതുമ്പോൾ അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ഞങ്ങൾ ഇങ്ങനത്തെ ജനലുകളാണ് ഉപയോഗിക്കുക, അതിൽ കൂടുതൽ വരികയാണെങ്കിൽ പൈസ തരണം എന്നുള്ള വ്യക്തമായിട്ട് അതിൽ എഴുതാറുമുണ്ട്. നമ്മളൊരു എഗ്രിമെൻ്റ് എഴുതി ഇന്ന കാര്യങ്ങൾ ഇത്ര രൂപയ്ക്ക് ചെയ്യാമെന്ന് നമ്മൾ ആദ്യം ഉറപ്പിച്ചിട്ടാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ നമ്മുടെ എല്ലാ ക്ലയൻറ്റുകളും വീഡിയോ കാണുന്നവരാണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും വന്ന് കമൻറ്റ് ചെയ്യുക. അവർ പറയാത്തൊരു അഡീഷണൽ വർക്ക് നമ്മൾ ചെയ്തിട്ട് നമ്മൾ അവരുടെ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ, കാരണം നമ്മളങ്ങനെ മേടിക്കില്ല. ഇവർ പറയുന്ന കസ്റ്റമൈസേഷനുള്ള പൈസ മാത്രമായിരിക്കും കസ്റ്റമൈസേഷനും പിന്നെ അതേപോലെ തന്നെ അവർ അഡീഷണൽ എന്തെങ്കിലും വർക്ക് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമ്മൾ പൈസ മേടിക്കുക. ആസ് പെർ ഡ്രോയിങ് പ്രകാരം നമ്മൾക്കൊരു വീട് ആദ്യം നമ്മൾ പറയുമ്പോൾ നമ്മളതിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു എലിവേഷൻ തരുമ്പോൾ അതിൽ പേരെപ്പറ്റി കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല. നമുക്കൊരു പ്രോപ്പറായിട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ട്. ഞങ്ങൾ എന്താ ചെയ്തു തരിക എന്നുള്ളതാണ് ഞങ്ങൾ എഗ്രിമെൻ്റ് അല്ലേ. നമ്മൾ ഇത്ര രൂപയ്ക്ക് നമ്മൾ എന്തെല്ലാം ചെയ്തു തരും, വയറിങ്, പ്ലംബിങ്, അതായത് ഞങ്ങൾ തന്നെ പറയാറുണ്ട് വീടിൻ്റെ ഉള്ളിലത്തെ പ്ലംബിംഗ് ആണ് ചെയ്യുക, പുറത്തുണ്ടായിരിക്കില്ല. ഇതെല്ലാം ക്ലയൻറ്റിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം മാത്രമാണ് ഈ ബുക്കിങ്ങും കാര്യങ്ങളും. രൂപ പോലും അധികം മേടിക്കാറില്ല കേട്ടോ. എനിക്ക് അതാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത്. ഇന്നത്തെ കാലത്ത് കേരളത്തിൽ പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഞങ്ങളൊരു പ്രൊജക്റ്റ് കമ്മിറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ മിനിമം 7 മാസം 8 മാസം കഴിഞ്ഞിട്ടാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. ആ ടൈം പീരീഡിൽ തന്നെ ഇവിടെ സാലറി കൂടി ഉണ്ടാവും, സിമെൻറ്റിന് പൈസ കൂടി ഉണ്ടാവും, കമ്പിക്ക് പൈസ കൂടി ഉണ്ടാവും. ഒരൊറ്റ ക്ലയൻറ്റിൻ്റെ കയ്യിൽ നിന്ന് പോലും ഇന്ന കാരണം പറഞ്ഞിട്ട് ഇല്ല. നോർമലി നമ്മൾ ഇപ്പോൾ ഒരു സിമെൻറ്റ് ഉപയോഗിക്കുമ്പോൾ സിമെൻറ്റ് അൾട്രാടെക് എന്ന് മാത്രമേ പറയാറുള്ളൂ. പക്ഷെ ഞങ്ങൾ ഉപയോഗിക്കുന്ന അൾട്രാടെക് സൂപ്പറൊക്കെയാണ്. അതായത് 35 രൂപ 40 രൂപയൊക്കെ ഒരു ചാക്കുമ്മേ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആത്മാർത്ഥതയായിട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും ഈ പറയണ പോലെ മാത്യു സാറിൻ്റെ പോലെ ഒരു ക്ലയൻറ്റിനെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ കിട്ടി കഴിയുമ്പോഴാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലത്തെ അങ്ങനത്തെ വീഡിയോയും അത്രയും ഹാപ്പി ആയിട്ടുള്ള മനുഷ്യന്മാരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്ലയന്റാണ് നമ്മുടെ തോമസ് ചേട്ടൻ, ലിഫോ, ജോണി. അപ്പോൾ ലിഫോനൊക്കെ ഞാൻ പറയാൻ തന്നെ കാരണം അതാണ്. കാരണം ഇതിലിത് പറഞ്ഞ് നിങ്ങൾക്ക് മാത്യു സാറിൻ്റെ വീഡിയോ എടുത്ത പോലെ തന്നെ ഈ വീടിൻ്റെ, കാരണം ഈ വീട് ഈ ഇത്രയായതും ഇനി ഇതിപ്പോൾ ടൈൽസ് വിരിക്കാൻ പോണത് എൻ്റെ പണിക്കാരനാണ്. നമ്മളടുത്ത് എല്ലാ വർക്കേഴ്സും ഉണ്ട്. പക്ഷെ നമ്മൾക്ക് നല്ല ആൾക്കാർ, അതായത് നിങ്ങൾ ആലോചിച്ചോ, ഒരു സ്ട്രെച്ചർ ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾ അല്ലെങ്കിൽ ഈ അമ്മ നേരത്തെ പറഞ്ഞ പോലെ സംശയമുള്ള ആൾക്കാർക്ക് നമ്മൾ എന്തിനാണ് പിന്നെ വീണ്ടും റിസ്ക് എടുത്തിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള രീതിക്ക് ഞങ്ങൾ ഒഴിവാക്കി വിടണത്. ഇപ്പോൾ ഈ വീടിൻ്റെ ഇപ്പോൾ നിങ്ങൾക്കാരനെ അറിയാം, ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, ഇതിൻ്റെ കബോർഡ് ചെയ്തിരിക്കുന്നത് പെരിന്തൽമണ്ണക്കാരനാണ്. അപ്പോൾ ഞങ്ങൾക്ക് എന്തിനാണ് വെറുതെ റിസ്ക് എടുക്കണം? പെരിന്തൽമണ്ണക്കാരന് ലിഫാണ് പൈസ കൊടുത്തിരിക്കണം അല്ലേ, നമുക്ക് അതിലൊരു ബെനിഫിറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും ലിഫ നമ്മളോട് ചോദിച്ച് ചെയ്യുമ്പോൾ അവന് നമ്മളോടുള്ളൊരു ഇതുകൊണ്ടാണ് നമ്മൾ വിശ്വാസം കൊണ്ടാണ് നമ്മൾ വീഡിയോയിലേ പറഞ്ഞത് ഇത് ഞങ്ങളെ മാത്യു സാറിൻ്റെ അതേപോലെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതേപോലെ തന്നെ തൃശ്ശൂർ തോമസ് ചേട്ടൻ്റെ വീട് അതും കാണിച്ചു തരും. കാരണം നമുക്കറിയാം ഓരോ ക്ലയൻറ്റിനെ ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. ഞങ്ങൾ പറഞ്ഞില്ലേ ഫസ്റ്റ് തന്നെ, എൻ്റെ അമ്മൂൻ്റെ സ്വഭാവം രണ്ടാൾക്കാരുടെ സ്വഭാവം. വേണമെങ്കിൽ ഒരാളെ മുന്നിൽ ഒരു നേരമൊക്കെ അഭിനയിക്കാം. ഞങ്ങൾക്ക് ഈ 15-20 ക്ലയൻറ്റിൻ്റെ മുന്നിൽ ഒരേ സമയം അഭിനയിക്കാൻ പറ്റില്ല. നിങ്ങളത് ആദ്യം ഒന്ന് മനസ്സിലാക്കണം. ഇനി അഭിനയിക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ എന്താണ് അഭിനയിക്കാനുള്ളത്? നമ്മളെ വർക്ക് ചെയ്യണോ? ക്ലയൻറ്റിനോടൊന്നും കൂടുതൽ സംസാരിക്കാറുണ്ടല്ലോ ഉണ്ടോ? ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു വ്യക്തി വന്നിട്ട് ഞങ്ങളൊരു വീട് വെച്ച് കൊടുത്തിട്ട് ഞങ്ങൾ നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതൊരു വലിയ ഇതാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പകുതി ആൾക്കാരും ഇവരെന്തോ നമ്മൾ വലിയ തെറ്റ് ചെയ്യണ പോലെ ഇവർ കാണാറില്ലേ. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് നമ്മുടെ അവസ്ഥ മാത്രമല്ല, എല്ലാ കോൺട്രാക്ടേഴ്സിൻ്റെ അവസ്ഥ തന്നെയാണ്. പിന്നെ ഞങ്ങളെ ഈ രീതിയിൽ വന്നിട്ട് വീട് വെച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മാനസികമായിട്ട് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ കുഴപ്പമാണ്. ഞങ്ങൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഞങ്ങളെ വീട് കണ്ട് ഞങ്ങളെ ഈ രീതി കണ്ടിട്ട് 100% ഇഷ്ടമാണെങ്കിൽ മാത്രം നമ്മളീ രീതിയിൽ ബുക്ക് ചെയ്താൽ മതി എന്നാണ് അമ്മ പറയാറില്ലേ. അതെ, അവരോട് നമ്മളൊരു സൈറ്റ് പോയി വിസിറ്റ് ചെയ്യാൻ പറയും. അതൊക്കെ പോട്ടെ, ഈ ബുക്കിംഗ് എമൗണ്ട് റീഫണ്ടബിൾ അല്ല എന്ന് പറഞ്ഞിട്ടും കൂടി ഇപ്പോൾ 10-11 ആൾക്കാർ ഇപ്പോൾ ബുക്ക് ചെയ്തു. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് മാത്രമേ നമ്മൾ ചെയ്തു കൊടുക്കാനും നമ്മൾ ഇൻട്രസ്റ്റ് ഉള്ളൂ. കാരണം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നാമത്തെ കാര്യം നമുക്ക് വർക്ക് ഇല്ലാത്തൊരു ബുദ്ധിമുട്ടില്ല. അത് നിങ്ങൾക്ക് ലാസ്റ്റ് ഡെക്കോട്ടിൻ്റെ വീഡിയോയിൽ അല്ലേ നമ്മൾ പരസ്യമായിട്ട് ചെയ്തതും കൂടിയല്ല. ഞങ്ങളെ വിളിക്കാനും കൂടി ഞങ്ങളതിൽ പറയുന്നില്ല. കൂടുതൽ കൺസെഷൻ്റെ ആവശ്യത്തിന് വേണമെങ്കിൽ നിങ്ങൾ വിളിക്കാമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. കാരണം നമുക്ക് ഓൾറെഡി വർക്ക് ഉണ്ട്. നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ വീഡിയോയിൽ ഇത്രയും കാര്യം ലിഫോൻ്റെ ഇതൊക്കെ വിട്ടിട്ട് ഞങ്ങൾ പറയാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാത്യു സാറ് ഞങ്ങൾ അതിനെ കുറിച്ചിട്ട് പറഞ്ഞില്ലേ, ഒരു വീട് വെച്ചതിന് ശേഷം ഞങ്ങൾ ഫാമിലി മെമ്പറാണെന്ന്. പല ആൾക്കാർക്കും വീട് പണി സ്ട്രക്ചർ പൂർണ്ണമാവണതിൻ്റെ മുന്നേ ഞങ്ങൾ ഫാമിലി മെമ്പർ ആവാത്ത ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനത്തെ ആൾക്കാർക്കും ഇതിൻ്റെ ഇടയിൽ ഒന്ന് കമൻ്റ് ഇടാം അല്ലേ, അവർക്കുണ്ടായ പോരായ്മകളും കാര്യങ്ങൾ. കാരണം ഞാൻ ഒരുപാട് ഇതേപോലത്തെ വീഡിയോസ് ഇട്ടിട്ട് എനിക്ക് റീച്ച് ആവണില്ല.
അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ഇപ്പം ഞങ്ങൾക്ക് കാരണം ഉണ്ടായ ബുദ്ധിമുട്ടുണ്ടായ കുറേ ആൾക്കാരുണ്ടാവുമല്ലോ അല്ലേ? ഇപ്പം നമ്മൾ ഒരു 10-60 അതെ നമ്മൾ നമ്മുടെ സൈഡ് മാത്രം നോക്കാൻ പറ്റില്ല. അവർക്കും ഇതിൻ്റെ അടിയിൽ വന്നിട്ട് കമൻറ്റ് ഇടാം.